അനന്തപുരിയിലെ തറവാട് മുറ്റത്ത് നവ്യ ഇപ്പോഴും ആരെയും വകവെക്കാതെ സ്വന്തം തന്നിഷ്ടത്തിന് അങ്ങ് നടക്കുകയാണ്. ഇതിനൊക്കെ കട്ട സപ്പോർട്ടുമായിട്ട് ജലജയും കൂടെ ഉണ്ടായിരിക്കും. അഭിയും ജലജയും കൂടെ ഉണ്ടായിരിക്കും. ജലജക്കും അഭിക്കും ഇത് കാണുമ്പോൾ ഉള്ളിൽ നല്ല സന്തോഷമാണ് തോന്നുന്നത്. എടാ അഭി, നമുക്ക് ഇവിടെ നിന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും നവ്യയെ കൊണ്ട് ഇതെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. നമ്മളൊന്നും വേണ്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നവ്യ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അവൾ ഇനി ആരും ഒന്നും പറയാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ കൂടെ നിന്നങ്ങ് ചിരിക്കുക. അപ്പോഴാണ് AN ഗ്രൂപ്പിൽ നിന്ന് നവ്യക്കും ഒരു ഫോൺ കോൾ വരുന്നത്. മാഡം, ഞങ്ങളുടെ അടുത്ത പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ആദ്യത്തെ പരസ്യത്തിനേക്കാൾ കൂടുതൽ പ്രതിഫലം ഞങ്ങൾ തരുന്നതായിരിക്കും. എന്തായാലും മാഡം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും സാലറി. ഇതൊക്കെ കേൾക്കുന്ന സമയത്തിന് നവ്യക്ക് വലിയ സന്തോഷമായി. അതിനെന്താ, എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട്. ആദ്യത്തെ പരസ്യം തന്നെ വമ്പൻ ഹിറ്റായതുകൊണ്ട് എനിക്ക് ഇതിൽ യാതൊരുവിധ കുഴപ്പവുമില്ല എന്ന് നവ്യ ആവേശത്തോടു കൂടെ മറുപടി നൽകി. ഫോൺ വെച്ച ഉടനെ തന്നെ നവ്യ ഓടിച്ചെന്ന് ജലജയോടും അഭിയോടും കാര്യം പറയാണ്. AN ജ്വല്ലറിക്കാർ പുതിയൊരു ആഡിന് വേണ്ടി തന്നെ വിളിച്ചിട്ടുണ്ട് എന്നും ഇന്ന് തന്നെയാണ് അതിന്റെ ഷൂട്ട് എന്നും ആദ്യത്തേതിനേക്കാൾ നല്ല പൈസ തന്നെ തനിക്ക് കിട്ടുമെന്നും പറയും. അതോടുകൂടെ നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് നവ്യ പറഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. എങ്കിൽ നവ്യ, നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. നല്ലൊരു മോഡലാവുക എന്നത് നിന്റെ വലിയൊരു ആഗ്രഹമല്ലേ? നീ എന്തായാലും പോയിക്കോ എന്നും പറഞ്ഞ സന്തോഷത്തോടു കൂടെ തന്നെ അവളെ അവിടെ നിന്നും യാത്രയാക്കാണ് അവര്. നവ്യ പോയി കഴിഞ്ഞപ്പോൾ, എടാ ഇവളെ ഇങ്ങനെ വിട്ടാ കൈ വിട്ടു പോകുമോ എന്ന് ജലജ ചോദിക്കുമ്പോഴേക്കും, പക്ഷേ അതൊന്നും കുഴപ്പമില്ല അമ്മേ. അനന്തപുരിക്കാർക്ക് ഇതിലും വലിയൊരു നാണക്കേട് ഇനി വരാനില്ലല്ലോ. അവരുടെ ശത്രുവായ AN ഗ്രൂപ്പിന് വേണ്ടി ഇവിടുത്തെ മരുമകൾ മോഡലാകുന്നത് കാണുമ്പോൾ അവർക്ക് കിട്ടാവുന്ന ആ ഒരു ഷോക്ക് അത് മതിയല്ലോ നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ടതിന് രണ്ടുപേരും കൂടി ഗൂഢമായി ചിരിക്കാൻ തുടങ്ങി. ഹാളിന്റെ ഒരു വശത്തും മുത്തശ്ശിയും ദേവയാനി നയനയും ഇരുന്ന് സംസാരിക്കാണ്. ദേവയാനി, നീ മരുമകളെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ, അതൊക്കെ ഞാൻ നോക്കുന്നുണ്ടമ്മേ. അവൾക്കൊരു കുറവും ഞാൻ വരുത്തുന്നില്ല. അവളുടെ പുറകെ തന്നെ ഞാനുണ്ട് എന്ന് ദേവയാനി ഉറപ്പു നൽകി. ഇടയ്ക്ക് വന്ന ടെൻഷനൊക്കെ മാറാൻ അവളെ കുറച്ചുകൂടി നന്നായി കെയർ ചെയ്യണമെന്ന് മുത്തശ്ശി വീണ്ടും ഓർമ്മിപ്പിച്ചു. ആ സമയത്താണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യെ, നീ എങ്ങോട്ടേക്കായി പോകുന്നത്? ഞങ്ങളോടൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് എന്താ എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോൾ നവ്യക്ക് ദേഷ്യം വന്നു. അതിന് നിങ്ങളോട് എന്തിനാ ഞാൻ മിണ്ടുന്നത്? നിങ്ങൾ എന്റെയോ എന്റെ ഭർത്താവിന്റെയോ കാര്യങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ AN ഗ്രൂപ്പിന്റെ ഒരു ആഡ് ഷൂട്ടിന് വേണ്ടി പോവാണ്. എന്നെ അവർ മോഡലായി വിളിച്ചിട്ടുണ്ട് എന്നവൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ഇത് കേട്ട് മുത്തശ്ശൻ ദേഷ്യത്തോടെ അവിടെ നിന്നങ്ങ് ചാടി എഴുന്നേൽക്കാണ്. നവ്യെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ AN ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു പരിപാടിക്കും ഇവിടെ നിന്നും പോവരുത് എന്ന്. അവർ നമ്മുടെ ശത്രുക്കളാണ്. അവർ മൂർത്തി ജ്വല്ലറിന്റെ ശത്രുക്കളാണെന്ന കാര്യം നിനക്കറിയില്ലേ? അനന്തപുരിയിലെ മരുമകൾ അവിടെ പോയി അഭിനയിക്കുന്നത് ആൾക്കാരൊക്കെ എന്നെ പരിഹസിക്കില്ലേ? എന്തിനാ ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കുന്നത് എന്ന് ചോദിക്കാണ് മുത്തശ്ശൻ. അന്നേരം നവ്യ പറഞ്ഞത്, അതെ മുത്തശ്ശ, എനിക്കറിയാവുന്ന പണിയാണ് മോഡലിങ്. അത് ചെയ്യാൻ ഞാൻ പോവും. അവിടെ ശത്രുവെന്നോ മിത്രമെന്നോ എന്നോ ഞാൻ നോക്കുന്നില്ല. പിന്നെ മൂർത്തി സാറിന് ഇത്രയും വലിയൊരു ജ്വല്ലറി ഉണ്ടായിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ ഒരു പരസ്യത്തിന് വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാനൊരു മോഡലാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്റെ ഭർത്താവിന്റെ ജോലിയും പോയി. ഞങ്ങൾക്കും ഇനി ജീവിക്കണ്ടേ എന്ന് നവ്യ തിരിച്ചടിച്ചു. നവ്യെ, നിനക്കിവിടെ ജീവിക്കാൻ എന്താ ഒരു കുറവുള്ളത് എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ, ഇളയമേ, എന്റെ ഭർത്താവ് അന്ന് ജയിലിൽ കിടന്നപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ. എന്റെ ഭർത്താവിന് ഞാൻ ജോലിക്ക് പോകുന്നതിൽ ഒരു കുഴപ്പവും ഇല്ലാത്തടത്തോളം കാലം ഞാൻ എന്റെ ഇഷ്ടത്തിന് തന്നെ ജീവിക്കുമെന്നൊക്കെ പറഞ്ഞ് നവ്യ എല്ലാവരോടും ധിക്കരിച്ചുകൊണ്ടതിനെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. സത്യങ്ങളൊന്നും അറിയാത്തതിന്റെ തുള്ളലാണിത്. ഇതിന്റെയൊക്കെ പുറകിൽ ആ അഭിയും ജലജയും തന്നെയായിരിക്കും. അഭിയും ജലജയും ചേർന്നുകൊണ്ട് തന്നെയായിരിക്കും ഇവളുടെ മനസ്സിലങ്ങ് വിഷം കുത്തി നിറച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാണ് മുത്തശ്ശൻ. നയന സങ്കടപ്പെട്ട് നിൽക്കുന്നതും കണ്ടുകൊണ്ടതിനെ മുത്തശ്ശി അവളെ അടുത്തേക്ക് വിളിച്ചു. മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ പാരമ്പര്യമായി കൈമാറി വരുന്ന ഈ മാല ഇത് നിനക്ക് തരികയാണ്. ഇനി നീ ഇത് ഭദ്രമായി തന്നെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് വലിയൊരു നെക്ലസ് മുത്തശ്ശി നേരെ നയനക്ക് കൊടുത്തു. മുത്തശ്ശി, ഇതെന്തിനാ എനിക്ക് തരുന്നത്? ഇപ്പൊ മുത്തശ്ശി തന്നെ ഇത് കയ്യിൽ വെച്ചാൽ മതിയെന്ന് നയന പറഞ്ഞപ്പോൾ, ഇത് സന്തോഷത്തോടെ തരുന്ന സമ്മാനമാണ് മോളെ. നീ ഇത് എപ്പോഴും നിന്റെ കയ്യിൽ തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ആ ഒരു ഗോൾഡൻ നെക്ലസ് നേരെ നയനക്ക് കൊടുക്കുകയാണ്. ദേവയാനി നിർബന്ധിച്ചപ്പോൾ നയന ഏതായാലും അവന് നെക്ലസ് മുത്തശ്ശിയിൽ നിന്നും വാങ്ങിച്ചു നേരെ അൽമാരയിൽ കൊണ്ടുപോയി ഭദ്രമായി തന്നെ വെച്ചു. എന്നാൽ ഇതെല്ലാം തന്നെ ദൂരെ മാറി നിന്ന് ജലജയും അഭിയും കാണുന്നുണ്ടായിരുന്നു. ഇത്ര കാലം ഞാൻ ഇവിടെ നിന്നിട്ടും എനിക്ക് തരാത്ത ആ സാധനം എന്തിനാ അവൾക്ക് കൊടുത്തിരിക്കുന്നത്? അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അഭി. ഞാൻ ഒരുപാടധികം ആഗ്രഹിച്ച നെക്ലസ് ആണത്. പാരമ്പര്യമായി കൈമാറി വരുന്ന നെക്ലസ് അമ്മ എനിക്ക് തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാലും അത്രയും വില കൂടിയ ആ ഒരു നെക്ലസ് അമ്മ അവൾക്ക് കൊടുക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതൊരിക്കലും അവൾക്ക് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അബി എന്നൊക്കെ പറയട്ടെ ജലജ. ആ മാല ഞാൻ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റുമെന്ന് ജലജ പറഞ്ഞു.
അന്നേരം അഭി പറയുന്നുണ്ട്, എന്തിനാ അമ്മേ വെറുതെ ഓരോ പ്രശ്നമുണ്ടാക്കുന്നത്? അന്നേരം ജലജ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. നയന അടുക്കളയിലേക്ക് പോയ സമയം നോക്കിക്കൊടുത്തിന് ജലജയും അഭിയും കൂടി നേരെ നയനയുടെ മുറിയിലേക്ക് ചെന്നു. ജലജയും അഭിയും അങ്ങോട്ടേക്ക് വരുന്നതും കണ്ടുകൊണ്ട് തന്നെ ആ ഒരു ഒച്ചപ്പാട് കേട്ട് ആദർശ് പെട്ടെന്ന് തന്നെ അവരുടെ ബെഡ്റൂമിന്റെ കട്ടിലിന്റെ അടിയിലേക്ക് അങ്ങ് ഒളിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ജലജ അലമാര തുറന്ന് ആ മാല എടുത്തു. ഇതിനി ഇവളുടെ കയ്യിൽ ഇരിക്കണ്ട, ഇതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും സംശയിക്കില്ലേ എന്ന് ചോദിക്കാൻ അഭി. അവൾ തന്നെ ഇത് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തതാണെന്ന് എല്ലാവരും അങ്ങ് കരുതിക്കോളുമെന്ന് ജലജ മറുപടി പറയാണ്. ആദർശിനെ ജയിലിലാക്കാൻ പ്രധാന കാരണം നീയാണല്ലോ, അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ടെന്ന് പറയാണ് ജലജ. അമ്മേ, അത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുമെന്ന് പറയണ അഭി. ഉടനെ തന്നെ ആദർശ് പുറത്തിറങ്ങാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്നങ്ങ് പോവാണ്. പിന്നീട് അങ്ങനെ നയന റൂമിലേക്ക് വന്നപ്പോൾ ആദർശ് പുറത്തേക്ക് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. തനിക്ക് മുത്തശ്ശി സമ്മാനമായി തന്നിരിക്കുന്ന ആ ഒരു മാല അവർ എടുത്തുവെന്നും തന്നെ കുടുക്കിയതെല്ലാം തന്നെ അഭിയാണെന്ന് തെളിവ് സഹിതം തന്നെ പറഞ്ഞപ്പോൾ നയന ആകെ ഞെട്ടിപ്പോവാണ്. അഭിയും ജലജയും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആദർശ് കേട്ടിരുന്നു. അന്ന് ആദർശിനെ ജയിലിലാക്കാൻ നോക്കിയതെല്ലാം തന്നെ അഭിയുടെ കളികളാണെന്ന് ആദർശ് തന്നെ അഭിയിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നു. നമുക്കിത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പബ്ലിക് ആക്കണമെന്ന് നയന പറഞ്ഞപ്പോൾ ആദർശും അതിന് തയ്യാറായി. നയന ഉടനെ തന്നെ എല്ലാവരെയും ഹാളിലേക്ക് വിളിപ്പിച്ചു. മുത്തശ്ശൻ വന്നപ്പോൾ എന്റെ ആഭരണം കാണുന്നില്ലെന്ന് അവൾ പരാതിപ്പെട്ടു. ഉടനെ തന്നെ ജലജ അങ്ങോട്ടേക്ക് വന്നു. നീ തന്നെ അത് എടുത്തു മാറ്റി നിന്റെ വീട്ടിൽ കൊടുത്തതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ജലജ അങ്ങ് പൊട്ടിത്തെറിക്കാണ്. എടി, എന്നിട്ട് എല്ലാവരെയും നീ അങ്ങ് സംശയിക്കാണോ എന്നൊക്കെ ചോദിച്ച് നയനയോട് ദേഷ്യപ്പെടാണ് ജലജ. അപ്പച്ചിയും അബിയും കൂടിയാണ് ഇതെടുത്തത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് നയന പറഞ്ഞപ്പോൾ എന്ത് തെളിവാടി നിന്റെ കയ്യിലുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ജലജ നേരെ നയനയുടെ നേർക്കങ്ങ് പൊട്ടിത്തെറിക്കാണ്. അപ്പോഴാണ് പെട്ടെന്ന് ആദർശ് തെളിവ് എന്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദർശ് ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ ആദർശിനെ അവിടെ കണ്ടതോടുകൂടി തന്നെ ജലജയും അഭിയും ആകെങ്ങനെ ഞെട്ടി ഷോക്കായി നിൽക്കാണ്. എന്റെ കയ്യിൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവുണ്ട് എന്ന് പറയണ ആദർശിനെ കണ്ട് അഭിയും ജലജയും ആകെ തകർന്നു പോയിരുന്നു. ആദർശ് ആ വീഡിയോ എടുത്ത് മുത്തശ്ശനെയും അങ്ങനെ എല്ലാവരെയും കാണിച്ചു കൊടുത്തു. ജലജയും അഭിയും ചേർന്നുകൊണ്ട് തന്നെ ആ ഒരു മാല മോഷ്ടിക്കുന്നതും ആദർശിനെ കുടുക്കിയ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ മുത്തശ്ശന് ശരിക്കും അത് നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രമാത്രം ദേഷ്യം വന്നു. എടാ, നീയാണല്ലേടാ എന്റെ കൊച്ചുമോനെ ജയിലിൽ കയറ്റാൻ നോക്കിയത് എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് മുത്തശ്ശൻ നേരെ അഭിയോട് ദേഷ്യപ്പെടാണ്. നീ AN ഗ്രൂപ്പുമായി കളിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശൻ അഭിയങ്ങ് ആഞ്ഞു തല്ലി. ഇനി ഏതായാലും ഇവിടെ നിൽക്കണ്ട, നവ്യയും കുഞ്ഞിനെയും ഓർത്തുകൊണ്ട് മാത്രമാണ് ഇത്ര കാലം ഞാൻ ക്ഷമിച്ചത്. ഇപ്പൊ തന്നെ നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണമെന്ന് തന്നെയാണ് മുത്തശ്ശൻ പറയുന്നത്. ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത്, ഇപ്പൊ തന്നെ നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ അഭിക്ക് നേരെ അങ്ങ് ആക്രോശിക്കാണ്. മുത്തശ്ശന്റെ ആ തല്ല് കണ്ട് അഭിയൊന്ന് കറങ്ങിപ്പോയി. അടികൊണ്ട ഭാഗത്ത് കൈവച്ച് വല്ലാത്തൊരു ദയനീയാവസ്ഥയിൽ നിൽക്കുന്ന അഭിയെ നോക്കി മുത്തശ്ശൻ വീണ്ടും അലറി. എടാ, ചോരത്തിളപ്പിൽ നീ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതെല്ലാം തന്നെ ഞങ്ങൾ സഹിച്ചു. പക്ഷേ സ്വന്തം ജ്യേഷ്ഠനെ ചതിച്ച് അകത്തിടാൻ മാത്രം നിന്റെ മനസ്സ് എങ്ങനെയാടാ വന്നത്? നിന്നെയൊക്കെ ഈ തറവാട്ടിലേക്ക് കയറ്റിയത് തന്നെ ഇപ്പൊ നാണക്കേടാണെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ നയനയും ദേവ്യാനിയും ഒന്നും മിണ്ടാൻ വയ്യാതെ ആകെ തകർന്നു നിൽക്കുകയായിരുന്നു. ആദർശ് തന്റെ ഫോണിലെ വീഡിയോ വീണ്ടും എല്ലാവരെയും കാണിച്ചു. മാല മോഷ്ടിക്കുന്നതും ആദർശിനെതിരെ പ്ലാൻ ചെയ്യുന്നതെല്ലാം കണ്ടതോടുകൂടി തന്നെ ജലജയുടെ മുഖത്തെ ആ ഒരു പഴയ അഹങ്കാരമൊക്കെ അങ്ങ് വിട്ടുപോയി. മോളെ നയനെ, ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല, എങ്ങനെയോ പറ്റിപ്പോയതാണ് എന്നൊക്കെ ജലജ വിക്കി പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി അതിന് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇത്രയും കാലം എന്റെ ഒപ്പം ഇരുന്നിട്ട് നീ എന്നെ തന്നെ ചതിച്ചല്ലേ ജലജ എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് മുത്തശ്ശി ആകെ സങ്കടത്തിലായിരുന്നു. ആ സമയത്താണ് പുറത്തു നിന്നും ഒരു കാറ് നന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. നവ്യ വലിയ ആവേശത്തിൽ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറേ അധികം പൈസ കയ്യിൽ കിട്ടി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ബാഗുകളൊക്കെ തൂക്കിപ്പിടിച്ച് അങ്ങോട്ടേക്ക് സന്തോഷത്തിൽ അങ്ങോട്ടേക്ക് കയറി വരികയാണ് നവ്യ. ഹാൾ മൊത്തം ഇങ്ങനെ ഒരു പുകമറ പോലെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ആദ്യമൊന്നും തന്നെ മനസ്സിലായില്ല. എന്തുപറ്റി, ഇവിടെ എല്ലാവരും കൂടിയിട്ട് മീറ്റിംഗ് ആണല്ലോ എന്നൊക്കെ ചോദിച്ച് ചിരിച്ചുകൊണ്ടാണ് അവൾ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പക്ഷേ അബിയുടെ ആ ഒരു മുഖത്തെ പാടും അവന്റെ കരച്ചിലും കണ്ടതോടുകൂടി തന്നെ നവ്യയുടെ മുഖം ആകങ്ങ് മാറി. അവൾ ഓടിച്ചെന്നു കൊടുത്തിനെ അബിയെ ചേർത്ത് പിടിച്ചു. അബി, എന്താടാ ഇവിടെ നടക്കുന്നത്? എന്തു പറ്റി നിനക്ക് എന്നൊക്കെ അബിയോട് ചോദിച്ചു. അതിനുശേഷം നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്റെ ഭർത്താവിനെ ഉപദ്രവിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നവ്യ ആക്രോശിച്ചു. ആദർശേട്ടൻ എപ്പോഴാ വന്നത്? എന്തിനാ ഈ പാവത്തിനെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നവ്യ ദേഷ്യപ്പെട്ട് തട്ടിക്കയറാൻ തുടങ്ങി. അന്നേരം ആദർശ് നവ്യെ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ അവൾ വീണ്ടും അലറി. ഞാൻ എന്തിനു നിർത്തണം? പാവം അഭി ജയിലിൽ പോയി തിരിച്ചു വന്നതേയുള്ളൂ. അതിനിടയ്ക്ക് വീണ്ടും അവനെ എങ്ങനെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൾ നേരെ മുത്തശ്ശനെ നോക്കിയിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് ആദർശ് ആ വീഡിയോ നവ്യക്ക് നേരെ നീട്ടി കാണിച്ചത്.
നവ്യെ, നീ അന്ധമായി വിശ്വസിക്കുന്ന നിന്റെ ഭർത്താവും നിന്റെ അമ്മായിയമ്മയുടെ തനിനിറം ഇതിലുണ്ട്, ഇതൊന്ന് കണ്ടു നോക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ ആദർശ് അതിങ്ങനെ കാണിച്ചു കൊടുക്കാണ്. ആദ്യം പുച്ഛത്തോടെ നോക്കിയ നവ്യ ആ വീഡിയോയിൽ തന്റെ ഭർത്താവ് ആദർശിനെ ജയിലിലാക്കാൻ AN ഗ്രൂപ്പുമായി ഗൂഢാലോചന നടത്തിയ കാര്യങ്ങൾ പറയുന്നത് കേട്ടതോടുകൂടെ തന്നെ നവ്യ ആകെ തറഞ്ഞുപോയി. മാല മോഷ്ടിക്കുന്ന കാര്യവും നവ്യയെ പോലും ഇവർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അഭി അതിലെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേട്ടതോടുകൂടെ തന്നെ അവളുടെ കയ്യിലിരുന്ന ഷോപ്പിംഗ് ബാഗുകൾ അങ്ങ് താഴേക്ക് വീണു. താൻ ഇത്രയും കാലം സ്നേഹിച്ചതും വിശ്വസിച്ചതും ഒരു ചതിയനെയാണ് എന്ന സത്യം അവൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അഭി, നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൾ അഭിയുടെ ഷർട്ട് അങ്ങ് പിടിച്ചുലച്ചു. നമുക്കും ജീവിക്കേണ്ട നവ്യെ, ഈ അനന്തപുരിക്കാർക്ക് മുന്നിൽ നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് അഭി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശൻ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. മതി, ഇനി നീ ഒരു അക്ഷരം പോലും മിണ്ടിപ്പോകരുത്. ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്നും നീ ഇറങ്ങണം. നിങ്ങളെപ്പോലെ വിഷജന്തുക്കളെ ഈ പുണ്യമായ മണ്ണിൽ ഇനി പാർപ്പിക്കാൻ പാടില്ല. അതിനെനിക്ക് കഴിയില്ല എന്നൊക്കെ മുത്തശ്ശൻ വിധി കൽപ്പിച്ചു. ജലജ എങ്ങനെയെങ്കിലും ദേവ്യാനെ വീഴ്ത്താൻ നോക്കിയെങ്കിലും ദേവ്യാനെ മുഖം തിരിച്ചു. നയന സങ്കടത്തോടുകൂടെ തന്നെ നവ്യെ നോക്കി. ചേച്ചി, ഇനിയെങ്കിലും ചേച്ചി ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതിയെന്ന് നയന പറഞ്ഞപ്പോൾ നവ്യക്ക് തല ഉയർത്താൻ പോലും വയ്യാത്തൊരവസ്ഥയായിരുന്നു. എടാ അഭി, നീ എടുത്ത ആ മാല ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞ് ആദർശ് അവന്റെ പോക്കറ്റിൽ നിന്നും ആ മാല ബലമായി തന്നെ പിടിച്ചു വാങ്ങി. ആ മാല അവൻ നയനയുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചേൽപ്പിച്ചു. നയനെ, ഇത് മുത്തശ്ശി നിനക്ക് സമ്മാനമായി തന്നതാണ്. ഇതിന്റെ അവകാശി നീ മാത്രമാണെന്ന് ആദർശ് ഉറപ്പിച്ചു പറഞ്ഞു. പതുക്കെ ജലജയും അഭിയും ആ വീടിന്റെ പടികൾ ഇറങ്ങിപ്പോയി. പക്ഷേ നവ്യ അവിടെ തന്നെ തളർന്നിരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ അവളോട് പറയുന്നുണ്ട്, മോളെ നവ്യെ, നീ തെറ്റായ വഴിയിലൂടെ പോയിരിക്കാം. പക്ഷേ നിന്റെ ഭർത്താവ് നിന്നെ പോലും ചതിച്ചു. നിനക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാം, പക്ഷേ അഭിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. നവ്യ കരഞ്ഞുകൊണ്ട് ആദർശിന്റെയും നയനയുടെയും കാൽക്കൽ വീണുകൊണ്ട് മാപ്പ് ചോദിച്ചു. എന്നോട് ക്ഷമിക്കുക ആദർശേട്ടാ, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. പണത്തോടുള്ള ആഗ്രഹം കാരണം എന്റെ കണ്ണ് കാണാതായതാണെന്ന് അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. നയന അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല ചേച്ചി, ഇനിയെങ്കിലും ചേച്ചി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ, എനിക്കത് മതി എന്നൊക്കെ പറഞ്ഞ് നയന അവളെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അനന്തപുരിയിലെ ആ ഒരു കറുത്ത മേഘങ്ങളൊക്കെ ഒഴിഞ്ഞു പോയതുപോലെ എല്ലാവർക്കും തോന്നി. ആദർശും നയനയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അങ്ങനെ ഇനി പത്തരമാറ്റിൽ വരാൻ പോകുന്ന നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.